Hi students, welcome back to our English class for 5th standard students. Okay, let us continue. Then let us start our new lesson, that is Dorothy rescues the Tin Woodman. Dorothy ആരെ രക്ഷപ്പെടുത്തുന്നു? Tin Woodman-നെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ഈ സ്റ്റോറിയിലെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, which is more important, head or heart? ബുദ്ധിയാണോ അതോ ഹാർട്ട്, മനസ്സാണോ, ഏതാണ്? വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലെസണിൽ നമ്മളോട് ചോദിക്കുന്നത്. ഇതിന് ഒരു ആൻസർ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആൻസർ കാണുമല്ലോ. ബുദ്ധിക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, മനസ്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ ലെസണിലേക്ക് പോകാം. ഈ ലെസണിൽ ഡൊറോത്തി, Scarecrow, Tin Woodman, Oz. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഡൊറോത്തി, സ്കെയർക്രോ, ടിൻ വുഡ്സ്മാൻ. ഡൊറോത്തിയുടെ ഒരു ഡോഗ് ഉണ്ട്. ആ പെറ്റ് ഡോഗിന്റെ ടോട്ടോ എന്ന് പറയുന്ന പെറ്റ് ഡോഗും കൂടിയുണ്ട്. അപ്പം ഇവര് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തിലേക്ക് പോവുകയാണ്. ആ വഴി യാത്രയിൽ കണ്ടുമുട്ടുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ്. ഡൊറോത്തി റെസ്ക്യൂസ് ദ ടിൻ വുഡ്മാൻ. ഡൊറോത്തി വുഡ്മാനെ രക്ഷിക്കുന്നു. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ആദ്യം ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിക്കാം. ദ ഹെഡ് ഓർ ദ ഹാർട്ട്? Let us go into the world of Dorothy and find out. This is an adaptation of chapter from the famous book, The Wonderful Wizard of Oz by L. Frank Baum. Dorothy and her dog Toto have been mysteriously transported from their house in Kansas. അതായത് കൻസാസ് എന്ന സ്ഥലത്ത് നിന്ന് യാത്രാമധ്യേ തടസ്സമുണ്ടാകുന്നു. USA into a different world due to a terrible cyclone. ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് അകപ്പെട്ടു പോയതാണ്. ഡൊറോത്തി ഈസ് ഓൺ ഹെർ വേ ടു മീറ്റ് ദ ഗ്രേറ്റ് വിസാർഡ് ഓഫ് ഓസ്. അപ്പോൾ ഇവിടെ ഒരു മാന്ത്രികനുണ്ട്. ആ മാന്ത്രികൻ്റെ പേരാണ് ഓസ്. ആ മാന്ത്രികനെ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ ഈ ലെസണിൽ കാണുന്നത്. ഇൻ ദ ഹോപ്പ് ദാറ്റ് ഹി ഹാസ് ദ പവർ ടു സെൻഡ് ഹെർ ബാക്ക് ടു കൻസാസ്. അതുതന്നെയല്ല, കൻസാസ് എന്ന തൻ്റെ സ്വന്തം ദേശത്തേക്ക് ഡൊറോത്തിക്ക് തിരികെ പോകണം. ഓൺ ഹെർ വേ ഷീ റെസ്ക്യൂസ് എ സ്വീറ്റ് സ്കെയർക്രോ. ഈ വഴിമധ്യേ അവൾ ഒരു സ്വീറ്റ് സ്കെയർക്രോയെ കാണുന്നു. അതുപോലെ തന്നെ ഹു വാണ്ട്സ് എ ബ്രെയിൻ. ഓക്കെ, ലെറ്റ് us start. When Dorothy awoke, the sun was shining through the trees. Toto, her dog, had been chasing birds and squirrels around him. ഡൊറോത്തി എഴുന്നേറ്റപ്പോൾ അതായത് സണ്ണൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ടോട്ടോ, ഡോഗിൻ്റെ പേരാണ് ടോട്ടോ ചുറ്റുമുള്ള ചെറിയ സ്ക്വിറൽസിൻ്റെയും ബേർഡ്സിനെയൊക്കെ ചേസ് ചെയ്യുന്നു, പിടിക്കാനായിട്ട് നടക്കുന്നു. ഇതൊക്കെയാണ് കണ്ട കാഴ്ചകൾ. ഷീ സാറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട് ഹെർ. ഇരുന്നിട്ട് ചുറ്റും നോക്കി. സ്കെയർക്രോ സ്റ്റുഡ് പേഷ്യൻലി ഇൻ ഹിസ് കോർണർ. അപ്പോൾ അടുത്ത് ഒരു കാക്കയെ കണ്ടു. ഒരു സ്കെയർക്രോ സ്റ്റുഡ് പേഷ്യൻലി. വളരെ പേഷ്യൻലി മീൻസ് എന്താണ്? വളരെ സമാധാനപരമായിട്ട് ഇരുന്നു. ഡൊറോത്തി, വി മസ്റ്റ് ഗോ ആൻഡ് സെർച്ച് ഫോർ വാട്ടർ. സ്കെയർക്രോ, നമുക്ക് വെള്ളത്തിനായിട്ട് സെർച്ച് മീൻസ് വെള്ളം അന്വേഷിക്കാനായിട്ട് പോകാം. പിന്നെ സ്കെയർക്രോ എന്താ ചോദിച്ചത്? വൈ ഡു യു വാണ്ട് വാട്ടർ? നിനക്ക് എന്തിനാണ് വാട്ടർ? ഡൊറോത്തി എന്താണ് ആൻസർ പറഞ്ഞത്? ടു വാഷ് മൈ ഫേസ് ക്ലീൻ. എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യണം. ആഫ്റ്റർ ദ ഡസ്റ്റ് ഓഫ് ദ റോഡ്. ആകെ പൊടിയൊക്കെയാണ്, അപ്പം എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യണം. ആൻഡ് ടു ഡ്രിങ്ക്, പിന്നെ കുറച്ച് വെള്ളം കുടിക്കണം. സോ ദ ഡ്രൈ ബ്രെഡ് വിൽ നോട്ട് സ്റ്റിക്ക് ഇൻ മൈ ത്രോട്ട്. അല്ലെങ്കിൽ ഞാൻ കഴിച്ച ബ്രെഡൊക്കെ എന്താണ് എൻ്റെ തൊണ്ടയിൽ
കുടുങ്ങും, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. സ്കെയർ ക്രോ, ഇറ്റ് മസ്റ്റ് ബി ഇൻകൺവീനിയൻറ്റ് ടു ബി മെയ്ഡ് ഓഫ് ഫ്ലഷ്, ഫോർ യു മസ്റ്റ് സ്ലീപ്പ് ആൻഡ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. ഹൗഎവർ യു ഹാവ് ബ്രെയിൻസ് ആൻഡ് ഇറ്റ് ഈസ് worth a lot of bother to be able to think properly. എന്തിനാണ്, അതായത് എ ലോട്ട് ഓഫ് ബോദർ മീൻസ് എ ലോട്ട് ഓഫ് ട്രബിൾ. അതായത് നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടല്ലോ, ചിന്തിക്കരുതാഞ്ഞോ, അല്ലേ? ബ്രെയിൻ ഉണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാം. ദേ ലെഫ്റ്റ് ദ കോട്ടേജ് ആൻഡ് വാക്ക് ത്രൂ ദ ട്രീസ്. എന്നിട്ട് അവർ ആ കോട്ടേജ് വിട്ട് എങ്ങോട്ട് പോയി? വാക്ക് ത്രൂ ദ ട്രീസ് until they found a little spring of clear water. വെള്ളം കാണുന്നത് വരെ അവർ നടക്കുകയാണ്. where Dorothy drank and bathed and ate her breakfast. then when she had finished her meal, ഇനി ഡൊറോത്തി കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം she was started to hear a deep groan nearby. What is meant by groan? Groan എന്താണ്? മുരളുക അല്ലെങ്കിൽ ചെറിയ കരച്ചിൽ, അതിനാണ് ഗ്രോൺ എന്ന് പറയുന്നത്. ഞരങ്ങുക എന്നൊക്കെ പറയും. ഡൊറോത്തി, വാട്ട് വാസ് ദാറ്റ്? എന്താണ് ആ കേൾക്കുന്നത്? സ്കെയർ ക്രോ, ഐ കനോട്ട് ഇമാജിൻ, ബട്ട് വി ക്യാൻ ഗോ ആൻഡ് സീ. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ദ സൗണ്ട് സീം ടു കം ഫ്രം ബിഹൈൻഡ് ദം. ഷി റാൻ ടു ദ പ്ലേസ് ആൻഡ് ദെൻ stopped short with a little cry of surprise. One of the big trees had been partly chopped through. അപ്പം നോക്കിയപ്പം അവിടെ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു ചെറിയ കരച്ചിൽ കേൾക്കുന്നു. ഒരു വലിയ ട്രീ അവിടെ എന്ത് ചെയ്ത്? ചോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ചിട്ടിരിക്കുന്നു. ആൻഡ് സ്റ്റാൻഡിങ് ബിസൈഡ് ഇറ്റ് വിത്ത് ആൻ അപ്ലിഫ്റ്റഡ് ആക്സ് in his hands was a man made entirely of man. അവിടെ എന്താണ്, ആരെയാണ് കണ്ടത്? ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? കയ്യിൽ ഒരു ആക്സ് മീൻസ് കോടാലി, ഒരു കോടാലി ഉണ്ടായിരുന്നു. അത് കോടാലി പൊക്കി പിടിച്ചിരിക്കുകയാണ്. was made man made entirely of tin. ടിന്നുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഓക്കെ, ടിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്. ആ മെറ്റൽ കൊണ്ടാണ് ആ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ മുഖവും ഒക്കെ നമ്മുടേതുപോലെ തന്നെ. ഹിസ് ഹെഡ് ആൻഡ് ആംസ് ആൻഡ് ലെഗ്സ് വർ ജോയിൻഡ് അപ്പോൺ ഹിസ് ബോഡി. ഹെഡും ആംസും ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ബട്ട് ഹി സ്റ്റുഡ് പെർഫെക്റ്റ്ലി മോഷൻലെസ്. പക്ഷേ മനുഷ്യനാണെങ്കിലും ശരീരമൊക്കെ എന്താണ്? മെറ്റൽ കൊണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയിലാണ് ആ മനുഷ്യൻ. ഡൊറോത്തി ഇൻ അമേസ്മെൻറ്റ്, വളരെ അത്ഭുതത്തോടുകൂടി, വാട്ട് ഹാവ് വി ഹിയർ നൗ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്നത്? ഡിഡ് യു ജസ്റ്റ് ഗ്രോൺ? നിങ്ങൾ കരഞ്ഞായിരുന്നു? ടിൻ വുഡ്മാൻ, യെസ് ഐ ഡിഡ്. ഐ ഹാവ് ബീൻ ഗ്രോണിങ് ഫോർ മോർ ദാൻ ഇയർ. ഞാൻ ഇപ്പോൾ കരയുന്നതല്ല, ഞാൻ വർഷങ്ങളായി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് നോ വൺ ഹാസ് എവർ ഹേർഡ് മീ ബിഫോർ ഓർ കം ടു ഹെൽപ്പ് മീ. ആരും എന്നെ കേട്ടില്ല, ആരും എന്നെ സഹായിക്കാനും വന്നില്ല. ഡൊറോത്തി സ്പീക്കിംഗ് സോഫ്റ്റ്ലി, പതുക്കെ സോഫ്റ്റായിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ടിൻ വുഡ്മാൻ, ഗെറ്റ് ആൻ ഓയിൽ ക്യാൻ ആൻഡ് ഓയിൽ മൈ ജോയിൻസ്. നമുക്കറിയാം തുരുമ്പടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓയിലിടുമ്പോൾ എന്താവും? അതായത് നല്ലതായിട്ടത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു ഓയിൽ ക്യാൻ കൊണ്ടുവരിക, എന്നിട്ട് ഓയിൽ മൈ ജോയിൻസ്, എൻ്റെ ജോയിൻസിലൊക്കെ ഓയിൽ ചെയ്യുക, അതായത് എണ്ണ ഇടുക. ദേ ആർ റസ്റ്റഡ് സോ ബാഡ്ലി. ഇതെല്ലാം തുരുമ്പടിച്ചിരിക്കുകയാണ്, മെറ്റലല്ലേ. ദാറ്റ് ഐ കനോട്ട് മൂവ് ദം അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ എനിക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇഫ് ഐ ആം വെൽ ഓയിൽ ഐ ഷാൽ സൂൺ ബി ഓൾ റൈറ്റ് അഗെയിൻ. എനിക്ക് നന്നായിട്ട് ഓയിൽ കിട്ടിയാൽ ഞാൻ അനങ്ങാൻ തുടങ്ങും. യു വിൽ ഫൈൻഡ് ആൻ ഓയിൽ ക്യാൻ ഓൺ ദ ഷെൽഫ് ഇൻ മൈ കോട്ടേജ്. എൻ്റെ കോട്ടേജിലെ ഓയിൽ ക്യാൻ ഇരിപ്പുണ്ട്. ഡൊറോത്തി അറ്റ് വൺസ് റാൻ ബാക്ക് ടു ദ കോട്ടേജിലേക്ക് ഓടിപ്പോയി. ആൻഡ് ഫൗണ്ട് ദ ഓയിൽ ക്യാൻ. അങ്ങനെ ഓയിൽ ഇരിക്കുന്ന ആ ക്യാൻ കണ്ടുപിടിച്ചു. ടിൻ വുഡ്മാൻ,
പ്ലീസ് ഓയിൽ മൈ നെക്ക്, എൻ്റെ നെക്കിൽ ഓയിൽ ചെയ്യൂ. ഫസ്റ്റ് ദെൻ ഓയിൽ മൈ ജോയിൻസ്, ആദ്യം എൻ്റെ നെക്കിൽ ഓയിലിട്, അതിനുശേഷം ഇൻ മൈ ആംസ് ആൻഡ് യു. മിസ്റ്റർ സ്കെയർക്രോ, പ്ലീസ് ബി സോ കൈൻഡ് ആസ് ടു മൂവ് ബൈ മൈ ജോയിൻസ് ജെൻലി. എൻ്റെ ജോയിൻസിലൊക്കെ പതുക്കെ എന്ത് ചെയ്യുക, പതുക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക, അനക്കി കൊടുക്കുക. സോ ദാറ്റ് ദേ ക്യാൻ മൂവ്, അത് മൂവ് ചെയ്യും. ഇയാൾക്ക് സംസാരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും പറ്റുന്നില്ല. സോ ഷീ ഓയിൽ ഹിസ് നെക്ക് ആൻഡ് ഓൾ ദ ജോയിൻസ്, ഓയിൽ ഇട്ടു, എല്ലാ ജോയിൻസിലുമൊക്കെ ഓയിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ്, as he was quietly badly rested, the scarecrow took hold of the tin head and other joints and moved them gently from side to side. എന്നിട്ട് സ്കെയർക്രോ പതുക്കെ സൈഡിൽ ഇങ്ങനെ നെക്ക് ഇങ്ങനെ പതുക്കെ അനക്കി കൊടുത്തു. until they walked freely. അങ്ങനെ ടിൻ വുഡ്മാൻ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ടിൻ വുഡ്മാൻ, ഓ ദിസ് ഈസ് എ ഗ്രേറ്റ് കംഫോർട്ട്. ഓ എന്തൊരു ആശ്വാസം. I had been holding that axe in the air ever since I rested. You have certainly saved my life. നിങ്ങൾ തീർച്ചയായും എൻ്റെ ജീവിതം രക്ഷിച്ചു. How did you happen to be here? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഡൊറോത്തി, the scarecrow and I are on our way to the Emerald City. സ്കെയർക്രോയും ഞാനുമൊക്കെ എമറാൾഡ് സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. ടു സീ ദ ഗ്രേറ്റ് വിസാർഡ്. ആരെ കാണാനായിട്ടാണ്? വിസാർഡ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ മാന്ത്രികനാണ്. ഓക്കെ, മാന്ത്രികൻ. ഒരു വലിയൊരു മാന്ത്രികനുണ്ട്. ഊസ് എന്ന് പറഞ്ഞ മാന്ത്രികനെ കാണാനായിട്ട് പോവുകയാണ്. ആൻഡ് വി സ്റ്റോപ്ഡ് അറ്റ് യുവർ കോട്ടേജ് ടു പാസ് ദ നൈറ്റ്. അപ്പോൾ രാത്രി ആയപ്പോൾ നിങ്ങളുടെ കോട്ടേജിൽ ആണ് ഞങ്ങൾ താമസിച്ചത്. ടിൻ വുഡ്മാൻ, വൈ ഡു യു വിഷ് ടു സീ ഊസ്? അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഊസിനെ കാണുന്നത്? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ഡൊറോത്തി, ഐ വാണ്ട് ഹിം ടു സെൻഡ് മീ ബാക്ക് ടു കൻസാസ്. എൻ്റെ ആഗ്രഹം എന്താണ്? എനിക്ക് തിരികെ കൻസാസ്, എൻ്റെ ദേശത്തിലേക്ക് തിരികെ പോകണം. ആൻഡ് സ്കെയർക്രോ വാണ്ട്സ് ദ വിസാർഡ് ടു പുട്ട് എ ബ്രെയിൻ ഇൻ ഹിസ് ഹെഡ്. സ്കെയർക്രോയുടെ ആഗ്രഹം എന്താണ്? അവൻ്റെ തലയിൽ ബ്രെയിൻ ഇല്ല, ആ ബ്രെയിൻ അവന് കിട്ടണം. അപ്പം അവന് ബ്രെയിൻ വേണം, എനിക്ക് തിരികെ കൻസാസിലേക്ക് പോകണം. ദ ടിൻ വുഡ്മാൻ അപ്പിയർഡ് ടു തിങ്ക് ഡീപ്ലി. ടിൻ വുഡ്മാൻ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെ ഇരുന്നു. ടിൻ വുഡ്മാൻ, ഇഫ് യു വിൽ അലൗ മീ ടു ജോയിൻ യുവർ പാർട്ടി, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടട്ടെ. ഐ വിൽ ഓൾസോ ഗോ ടു എമറാൾഡ് സിറ്റി ആൻഡ് ആസ്ക് ഊസ് ടു ഹെൽപ്പ് മീ ആൻഡ് ഗീവ് മീ എ ഹേർട്ട്. അപ്പം എനിക്കും എമറാൾഡ് സിറ്റിയിൽ പോകണം. അങ്ങനെ വിസാർഡിനെ കണ്ട്, അല്ലെങ്കിൽ മന്ത്രവാദിയെ കണ്ട് എനിക്കും എന്ത് തരണം? എനിക്കൊരു ഹാർട്ട് തരണം. അപ്പം സ്കെയർക്രോയ്ക്ക് എന്താണ് വേണ്ടത്? ഒരു ബ്രെയിൻ വേണം. ടിൻ വുഡ്മാൻ എന്താണ് വേണ്ടത്? ഒരു ഹാർട്ട് വേണം. ഡൊറോത്തി ആൻഡ് സ്കെയർക്രോ റെഡിലി എഗ്രീഡ്, സമ്മതിച്ചു. So the Tin Woodman took his axe and they all passed through the forest until they came to the road that was paved with yellow bricks. As they walked along, Scarecrow stumbled on a hole and rolled over to the side of the road. Indeed, he was obliged to call to Dorothy to help him up. അതായത് അങ്ങനെ അവർ ആരുടെ അടുക്ക എമറാൾഡ് സിറ്റിയിലേക്ക് പോവുകയാണ്. ആ വഴി അവർ കണ്ടുപിടിച്ചു. ഇവിടെ പിക്ചറിൽ കാണാം, ഒരു യെല്ലോ ബ്രിക്സ് ഇട്ട യെല്ലോ ഷെയ്ഡിൽ കാണുന്ന ഈ വഴിയാണ്. അപ്പം അതിലൂടെ നടന്നപ്പോൾ ആസ് ദേ വാക്ക്ഡ് അലോങ്, സ്കെയർക്രോ എന്ത് ചെയ്തു? സ്റ്റംബിൾഡ് ഓൺ എ ഹോൾ ആൻഡ് റോൾഡ് ഓവർ, വീഴാൻ തുടങ്ങി. rolled over to the side of the road. Indeed, he was obliged to call Dorothy. Dorothyയെ oblige means എന്താണ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അണ്ടർ കമ്പൽഷൻ. അതായത് ഡൊറോത്തിയെ സഹായത്തിന് വേണ്ടി വിളിച്ചു. ടിൻ വുഡ്മാൻ, വൈ ഡിഡ്ന്റ് യു ജസ്റ്റ് വാക്ക് അറൗണ്ട് ദ ഹോൾ? എന്തിനു വേണ്ടിയാണ് അതിലൂടെ നടന്നത്? സ്കെയർക്രോ, ഐ ഡോണ്ട് നോ ഇനഫ്. മൈ ഹെഡ് ഈസ് സ്റ്റഫ്ഡ് വിത്ത് സ്ട്രോ. കാരണം സ്കെയർക്രോ അന്നേരം എന്നാ പറഞ്ഞത്? ഞാൻ അതിലൂടെ നടന്നത്, എനിക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കഴിവില്ല. ഐ ഡോണ്ട് നോ ഇനഫ്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല. മൈ ഹെഡ് ഈസ്, എൻ്റെ ഹെഡിൽ മുഴുവൻ എന്താണ്?
മൈ ഹെഡ് ഈസ് സ്റ്റഫ്ഡ് വിത്ത് സ്ട്രോ, വെറും കച്ചിയാണ്. യു നോ ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം ഗോയിങ് ടു, അതുകൊണ്ടല്ലേ ഞാൻ ഊസിനെ മന്ത്രവാദിയെ കാണാൻ പോകുന്നത്. എനിക്ക് എന്ത് വേണം? ബ്രെയിൻ വേണം. എനിക്ക് ബ്രെയിൻ ഇല്ലാതെ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വഴി, അതായത് ആ സൈഡിലൂടെ നടന്നപ്പോൾ ഞാൻ വീഴാൻ തുടങ്ങിയത്. Tin Woodman, oh I see, but after all a brain is not the best thing in the world. ഒന്ന് ടിൻ വുഡ്മാൻ പറഞ്ഞു, പക്ഷേ ബ്രെയിൻ അല്ല ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം. ബ്രെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിക്കരുത്. സ്കെയർ ക്രോ, വൈ നോട്ട്? ഹാവ് യു എനി? എന്തുകൊണ്ടില്ല? ടിൻ വുഡ്മാൻ, നോ മൈ ഹെഡ് ഈസ് ക്വൈറ്റ് എംറ്റി, എൻ്റെ ഹെഡും എംറ്റിയാണ്. ബട്ട് വൺസ് അപ്പോൺ എ ടൈം ഐ ഹാഡ് എ ബ്രെയിൻ, പക്ഷേ എനിക്കും ഒരിക്കൽ ബ്രെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് എ ഹേർട്ട് ഓൾസോ, എനിക്ക് ഹൃദയവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രെയിനും ഉണ്ടായിരുന്നു. സോ ഹാവിങ് ട്രൈഡ് ദം ബോത്ത് ഐ ഷുഡ് മച്ച് റാദർ ഹാവ് എ ഹാർട്ട്. അപ്പം ഇത് രണ്ടും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു ഹാർട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സ്കെയർ ക്രോ, ആൻഡ് വൈ ഈസ് ദാറ്റ്? ടിൻ വുഡ്മാൻ, ഐ വിൽ ടെൽ യു മൈ സ്റ്റോറി, ഞാൻ എൻ്റെ കഥ പറയാം. ആൻഡ് ദെൻ യു വിൽ നോ ഐ വാസ് എ വുഡ് ചോപ്പർ, ഞാൻ ആരായിരുന്നു? ഞാനൊരു മരം വെട്ടുകാരനായിരുന്നു. ഐ ലവ്ഡ് എ സ്വീറ്റ് ലവ്ലി ഗേൾ, ഞാനൊരു സുന്ദരിയായൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഷീ പ്രോമിസ് ടു മാരി മീ, എന്താണ്? അവൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. സോ ഐ സെറ്റ് ടു വർക്ക് ഹാർഡർ ദാൻ എവർ, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ബട്ട് ദ ഗേൾ ലീവ്ഡ് വിത്ത് ആൻ ഓൾഡ് വുമൺ, പക്ഷേ ഈ സ്നേഹിച്ചിരുന്ന ഈ കുട്ടി ആ ഗേളിന് ഒരു ഓൾഡ് വുമൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഒരു പ്രായമായൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഹൂ ഡിഡ് നോട്ട് വാണ്ട് ഹെർ ടു മാരി എനിവൺ, പക്ഷേ ആ സ്ത്രീ ആരെയും ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് സമ്മതിക്കില്ല. സോ ദ ഓൾഡ് വുമൺ വെൻ ടു ദ വിക്കറ്റ് വിച്ച്, ഒരു ഓൾഡ് വുമൺ ഒരു വിക്കറ്റ് വിച്ച്, വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദിനി. വിസാഡ് എന്ന് പറയുമ്പോൾ മന്ത്രവാദി, അതിൻ്റെ ഫീമെയിൽ ഫോമാണ് വിക്കറ്റ് വിച്ച് ഓഫ് ദ ഈസ്റ്റ്, ആൻഡ് ആസ് ഹെർ ടു പ്രിവെൻറ്റ് ദ മാരേജ്, ആ മന്ത്രവാദിയെ ചെന്ന് കണ്ട് ഈ കല്യാണം നടക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. Thereupon the wicked witch enchanted my axe. enchanted എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലി. എൻ്റെ the wicked witch enchanted my axe, എൻ്റെ ആക്സ് കോടാലിയെ നോക്കി മന്ത്രം ചൊല്ലുകയും. ആൻഡ് വെൻ ഐ വാസ് ചോപ്പിംഗ് എവേ വൺ ഡേ ദ ആക്സ് സ്ലിപ്ഡ് ഓൾ അറ്റ് വൺസ് ആൻഡ് കട്ട് ഓഫ് മൈ ലിംസ് വൺ ബൈ വൺ, എൻ്റെ കയ്യിൽ നിന്നും കോടാലി സ്ലിപ്പായി എൻ്റെ ലിംസും കൈവിരലുകളും ഓരോ പാർട്ടായിട്ട് കട്ട് ഓഫ്, അതായത് മുറിഞ്ഞുപോയി. ഡൊറോത്തി, ഓ യു പുവർ ഡിയർ, അയ്യോ പാവം. ടിൻ വുഡ്മാൻ, യെസ്, സോ ഐ വെൻ ടു എ ടിൻ സ്മിത്ത്, അതുകൊണ്ട് തന്നെ ഞാനൊരു ടിൻ സ്മിത്തിൻ്റെ അടുക്കൽ ചെന്നു. ആൻഡ് ഹാഡ് ഹിം മേക്ക് മീ ന്യൂ ലിംസ് ഔട്ട് ഓഫ് ടിൻ, അപ്പോൾ ടിൻ സ്മിത്ത് ടിന്നുകൊണ്ടുള്ള പുതിയ വിരലുകൾ എനിക്ക് ഉണ്ടാക്കി തന്നു. ദ വിച്ച് തോട്ട് ഓഫ് എ ന്യൂ വേ ടു കിൽ മൈ ലവ്, വീണ്ടും മന്ത്രവാദി വിചാരിച്ചു എൻ്റെ സ്നേഹം അതായത് വിരലുകളല്ലേ കളഞ്ഞത്, അപ്പോൾ എൻ്റെ സ്നേഹം കളയണം, എൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തണമെന്ന് ഈ വിച്ച് തീരുമാനിച്ചു. ഷീ മെയ്ഡ് മൈ ആക്സ് സ്ലിപ്പ് എഗെയിൻ, വീണ്ടും ഈ കോടാലി കയ്യിൽ നിന്ന് സ്ലിപ്പായി. സോ ദാറ്റ് ഇറ്റ് കട്ട് റൈറ്റ് ത്രൂ മൈ ബോഡി സ്പ്ലിറ്റിംഗ് മീ ഇൻ ടു 2 halves, നേരെ രണ്ടായിട്ട് ഞാൻ മുറിഞ്ഞുപോയി. ദ ടിൻ സ്മിത്ത് ഡിഡ് ഫിക്സ് മീ ബാക്ക് ബട്ട് അലാസ്, ടിൻ സ്മിത്ത് വീണ്ടും എന്നെ ഒരുമിച്ചാക്കി. അലാസ് ഐ നൗ ഹാഡ് നോ ഹർട്ട്, പക്ഷേ എനിക്ക് എന്തില്ല, ഹൃദയമില്ല. സോ ദാറ്റ് ഐ ലോസ്റ്റ് ഓൾ മൈ ലവ് ഫോർ ദ ഗേൾ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ പെൺകുട്ടിയോടുള്ള സ്നേഹമെല്ലാം നഷ്ടപ്പെട്ടു. ഐ സപ്പോസ് ഷീ ഈസ് സ്റ്റിൽ ലിവിങ് വിത്ത് ദ ഓൾഡ് വുമൻ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ പെൺകുട്ടി ആ ഓൾഡ് വുമൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടായിരിക്കും. വെയിറ്റിംഗ് ഫോർ മീ ടു കം ആഫ്റ്റർ ഹെയർ, അവളുടെ അടുക്കൽ ഞാൻ ചെല്ലും എന്ന വിചാരത്തോടു കൂടി അവൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടായിരിക്കും. ഡൊറോത്തി, ഓ ഹൗ ഡിഡ് യു ഗെറ്റ് റസ്റ്റി, എങ്ങനെയാണ് നിങ്ങളിങ്ങനെ തുരുമ്പ് പിടിച്ചത്? ടിൻ വുഡ്മാൻ,
One day I got caught in a rainstorm. ഒരു ദിവസം വലിയൊരു മഴ വന്നു. Before I could think of the danger, my joints had rusted. എൻ്റെ ജോയിൻസ് എല്ലാം അങ്ങനെ തുരുമ്പായി പോയി. ആൻഡ് I was left to stand in the woods until you came to help me. Now I want to get my heart back and marry the sweet girl. അപ്പം ഇപ്പോൾ ഞാൻ ഊസ് എന്ന മന്ത്രവാദിയുടെ അടുക്ക പോകുന്ന എന്തിനു വേണ്ടിയാണ്? എനിക്ക് ഹാർട്ട് തിരിച്ച് കിട്ടി, എനിക്ക് ആ സ്വീറ്റ് ഗേളിനെ കല്യാണം കഴിക്കണം. Scarecrow. All the same, I shall ask for a brain instead of a heart. സ്കെയർക്രോ എന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഹാർട്ടിന് പകരം എനിക്കൊരു ബ്രെയിൻ മതി. ഫോർ എ ഫൂൾ വുഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് എ ഹാർട്ട് ഇഫ് ഹി ഹാഡ് വൺ. അതായത് ഒരു വിഡ്ഢിയായ മനുഷ്യന് ബ്രെയിനാണ് വേണ്ടത്, അല്ലാതെ ഹാർട്ടല്ല എന്നാണ് സ്കെയർക്രോ പറയുന്നത്. ടിൻ വുഡ്മാൻ. ഐ ഷാൽ ടേക്ക് ദ ഹാർട്ട്, ഫോർ ദ ബ്രെയിൻ ഡസ് നോട്ട് മേക്ക് വൺ ഹാപ്പി ആൻഡ് ഹാപ്പിനെസ് ഈസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ടിൻ വുഡ്മാൻ എന്താണ് പറഞ്ഞത്? ഐ ഷാൽ ടേക്ക് ദ ഹാർട്ട്. എനിക്ക് എന്താണ് വേണ്ടത്? ഹൃദയമാണ് വേണ്ടത്. ഫോർ ദ ബ്രെയിൻ ഡസ് നോട്ട് മേക്ക് വൺ ഹാപ്പി. ബ്രെയിൻ മാത്രമായിട്ടിരുന്നാൽ ഒരാൾക്ക് സന്തോഷം ഉണ്ടാകില്ല. ആൻഡ് ഹാപ്പിനെസ് ഈസ് ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. സന്തോഷമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ഡൊറോത്തി ഡിഡ് നോട്ട് സേ എനിത്തിങ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഡൊറോത്തി ഇരുന്നു. പക്ഷെ ഡൊറോത്തി ഒന്നും മിണ്ടിയില്ല. ഫോർ ഷി വാസ് പസിൽ. ഡൊറോത്തി ഇങ്ങനെ എന്താ പറയുന്നത് എന്നുള്ള ഇതിൽ ഇരിക്കുന്നു. ഷി വാണ്ടഡ് ടു നോ വിച്ച് ഓഫ് ഹർ ടു ഫ്രണ്ട്സ് വാസ് റൈറ്റ്. പക്ഷെ ഡൊറോത്തിക്ക് ആഗ്രഹമുണ്ട്, ഇവരിൽ ആര് പറയുന്നതാണ്, രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, സ്കെയർക്രോയും ടിൻ വുഡ്മാനും, ഇവരിൽ ആര് പറയുന്നതാണ് ശരി എന്നറിയാൻ ഡൊറോത്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്, ഈ ലെസൺ അവസാനിക്കുന്നത്. ഇത് നിങ്ങളുടെ അടുക്കലേക്ക് വിടുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്, ഹാർട്ടാണോ ബ്രെയിനാണോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എന്താണ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, താങ്ക് യു.